ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നാദജ്യോതിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലിരിക്കുന്ന കപ്പിൾസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ളവരുടെ ഒരു എനർജി റീഡിംഗ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നും അതുപോലെ തന്നെ ഏഞ്ചൽസിന് നിങ്ങൾക്ക് എന്ത് ഗൈഡൻസാണ് ആ സിറ്റുവേഷൻ മാറാൻ വേണ്ടി തരുന്നതെന്നും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലിരിക്കുന്ന കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം ഈ റിലേഷൻഷിപ്പിൽ. ഓക്കെ, 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ് നിങ്ങളുടെ എനർജി. ഇനി നിങ്ങളുടെ പാർട്ട്ണറുടെ എനർജി എന്താണെന്ന് നോക്കാം. 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ് പാർട്ട്ണറുടെ എനർജി. ഇനി സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. ടവർ മൂവ്മെൻ്റ് ആണ്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ ഇമോഷൻസിനെ ഒക്കെ കെട്ടിപ്പിടിച്ച് വെച്ചേക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഒന്നും വിട്ടു കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഓപ്പൺ അപ്പ് ആവുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ഹർട്ടൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഒരു വിഷമവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ മുറുകെ പിടിച്ച് ഇരിക്കുകയാണ് നിങ്ങൾ. എന്താ പറയുക, അതൊന്ന് റിലീസ് ചെയ്യുന്നില്ല. നിങ്ങളുടെ പെയിനെ റിലീസ് ചെയ്യാതെ വാതിലെല്ലാം, ഹൃദയത്തിൻ്റെ വാതിലൊക്കെ കൊട്ടി അടച്ചിരിക്കുന്ന ഒരു എനർജിയാണ് കാണാൻ പറ്റുന്നത്. അതാണ് ശരിക്കും നിങ്ങളുടെ ഉള്ളിലെ എനർജി. പുറമേ നിങ്ങൾ എന്ത് കാണിച്ചാലും അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നാൽ പോലും നിങ്ങളുടെ ഉള്ളിലെ സബ് കോൺഷ്യസ് എനർജി ഇതാണ്. നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുകയാണ്, നിങ്ങൾ പിടിവിടുന്നില്ല, റിലീസ് ചെയ്യുന്നില്ല. ഇമോഷൻസിനെ എല്ലാം ഹോൾഡ് ചെയ്ത് പിടിച്ച് ഒന്നും ഓപ്പൺ അപ്പ് ആവാതെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാതെ നിങ്ങൾ ഉള്ളിൽ വച്ചേക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു എനർജിയിലാണ് നിങ്ങളിരിക്കുന്നത്. ചിലപ്പോൾ ഹർട്ടോ എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടായതുകൊണ്ടാവാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്വഭാവം അങ്ങനെ ആവാം. അങ്ങനെ പുറത്ത് ഇമോഷൻസ് പ്രകടിപ്പിക്കാത്തൊരു സ്വഭാവം ആവാം. അങ്ങനെ ഒരു എനർജിയിലാണ് നിങ്ങളിരിക്കുന്നത്. നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് അവർ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമയവും സ്നേഹമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് എന്തെങ്കിലും പ്രതിഫലം തിരിച്ച് കിട്ടണം. പ്രതിഫലം മീൻസ് നിങ്ങൾ തിരിച്ച് സ്നേഹം കാണിക്കണം, നിങ്ങൾ ഓപ്പൺ അപ്പ് ആവണം, നിങ്ങൾ കാര്യങ്ങൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നിങ്ങളോട് സംസാരിക്കണം എന്ന ഒരു എനർജിയിലാണ് അവരിയ്ക്കുന്നത്. അവർ കാത്തിരിക്കുകയാണ്, വെയിറ്റിങ്ങിലിരിക്കുകയാണ് അവർ. ഞാൻ എത്രയും ഈ റിലേഷന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു, പക്ഷേ എന്നോടൊന്നും ഓപ്പൺ അപ്പ് ആവുന്നില്ലല്ലോ, സംസാരിക്കുന്നില്ലല്ലോ, കാര്യങ്ങൾ തുറന്ന് പറയുന്നില്ലല്ലോ, പറഞ്ഞാലല്ലേ എനിക്കറിയുള്ളൂ എന്നൊരു മെൻറ്റാലിറ്റിയിലാണ് അവരിയ്ക്കുന്നത്. അതാണ് അവരുടെ എനർജി. അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, നിങ്ങളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. ഓപ്പൺ അപ്പ് ആവണം നിങ്ങൾ. നിങ്ങളുടെ ഹൃദയം കൊണ്ട് സംസാരിക്കണം, വാക്കുകൊണ്ട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഹൃദയം കൊണ്ട്, നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് കേൾക്കാനാണ് അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇതുകൊണ്ട് തന്നെ ഇതൊരു ടവർ മൂവ്മെൻറ്റിൽ ഇരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഒരു തകർച്ചയുടെ വക്കിലിരിക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പ്. ഓക്കെ, നിങ്ങൾ മുറുകെ പിടിക്കുന്നത് തന്നെയാണ് ഒരു റീസണായിട്ട് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അതൊരു ടവർ മൂവ്മെൻറ്റിൽ വന്ന് നിൽക്കുക ഇപ്പോൾ. അതായത് ബന്ധം തകർന്നു പോകുന്നൊരവസ്ഥയിൽ, ഒരു അപ്രതീക്ഷിതമായ ഒരു ഇടിമിന്നൽ ഏറ്റ ഒരു അവസ്ഥയിൽ ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് ഏഞ്ചൽസിന് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരാനുള്ളതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഏഞ്ചൽസ് പറയുന്നത് ഈ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ആവും. ഓക്കെ, സിറ്റുവേഷൻ ഇപ്പോഴത്തെ അവസ്ഥ നോക്കണ്ട, മാറ്റം സംഭവിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യണം. നിങ്ങൾ ഈ മുറുകി പിടിച്ച് വെച്ചിരിക്കുന്നുണ്ടല്ലോ, ഈ കെട്ടിപ്പിടിച്ച് വെച്ചേക്കുന്നതിൽ നിന്ന് ഈ കൈ റിലീസ് ചെയ്ത് വിട്ടുകൊടുക്കുക. ദറ്റ് മീൻസ് നിങ്ങളുടെ ഇമോഷൻസിനെ പുറത്ത് കളയുക. ആവശ്യമില്ലാത്ത ബോണ്ടോ കാര്യങ്ങളോ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ ലെറ്റ് ഗോ ചെയ്യാൻ പറയുകയാണ്. അത് ലെറ്റ് ഗോ ചെയ്താൽ മാത്രമേ ഈ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ആവുകയുള്ളൂ. ഡയറക്റ്റായിട്ട് മെസ്സേജ് തന്നിരിക്കുകയാണ്. സോ ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നത്തിനുള്ള പരിഹാരം. ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിറ്റുവേഷന് മാറ്റം വരും. നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിന്ന് മാറ്റം വരും. പക്ഷേ ടവർ മൂവ്മെൻറ്റ് വന്നിരിക്കുന്നുണ്ട്, അതത്ര എളുപ്പമല്ല, പരിശ്രമിക്കേണ്ടി വരും. നിങ്ങളുടെ ഉള്ളിൽ വർക്ക് ചെയ്യുക. ഓക്കെ, അവരവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വർക്ക് ചെയ്ത് എന്താ പറയുക, ആ ഒരു പ്രശ്നത്തിനെ മാറ്റിയാൽ മാത്രമേ ഈ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ആവുകയുള്ളൂ എന്നാണ് ഏഞ്ചൽ മെസ്സേജ്. അപ്പോൾ വീഡിയോ റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ യൂണിവേഴ്സിനും ഏഞ്ചൽസിനും നന്ദി പറയുക. അവരാണ് നിങ്ങൾക്ക് ഈ മെസ്സേജ് കാണിച്ചു തരുന്നത് അല്ലേ. സോ ഗ്രാറ്റിറ്റ്യൂഡ് വളർത്തുക നിങ്ങളുടെ ഉള്ളിൽ. നന്ദി പറയാൻ പഠിക്കുക എന്തിനോടും. ഈഗോ എടുത്ത് കളഞ്ഞിട്ട് ഈഗോയിസ്റ്റിക് ആയിട്ട് ഇരിക്കരുത് ഒരിക്കലും. അതെടുത്ത് കളയുക. ഈഗോ നാശമേ ഉണ്ടാക്കും നമുക്ക്. ഈഗോ കൊണ്ട് നമുക്കൊരു ഗുണമില്ല. സ്നേഹം കൊണ്ട് മാത്രമേ നമുക്കെല്ലാം നേടാൻ പറ്റൂ. ഓക്കെ, സോ ലെറ്റ് ഗോ ചെയ്യുക. ആവശ്യമില്ലാത്ത ഈഗോ എല്ലാം ലെറ്റ് ഗോ ചെയ്യുക. യൂണിവേഴ്സിന് നന്ദി പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക, പോസിറ്റീവായിട്ട് കാര്യങ്ങളെ എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.